കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി റെസിപ്പി ഉണ്ടാക്കാം. ഈ വീഡിയോ ഫുള്ളായി കണ്ടു നോക്കണം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഉണ്ടാക്കാൻ നോക്കണേ. എൻ്റെ അൽക്കൽക്ക് ചാനലിൽ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. നമുക്ക് വൈകാതെ വീഡിയോയ്ക്ക് പോവാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് പാത്രം അവിടെ വയ്ക്കാം. പാല് ചൂടാവട്ടെ. പാല് തിളയ്ക്കട്ടെ. 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇടാം. പാലൊഴിക്കാം. ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാൽ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇടാം. ആവശ്യത്തിന് ഇട്ടാ മതി. ഇളക്കി കൊടുക്കാം. ഒഴിക്കാം. ഇളക്കണം, നന്നായിട്ട് ഇളക്കണം. ഒഴിച്ചിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് റെഡിയാവണ വരെ വെയിറ്റ് ചെയ്യാം. ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അനാർ, ബദാം, പഴം, പിസ്ത. നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട് ഉണ്ടോ അതെല്ലാം ഇടാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ചൂട് പോകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചൂട് പോയേക്കാൾ നമുക്ക് ഫ്രൂട്ട്സ് ഇടാം. ചൂട് പോയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഇടാം. ഫ്രൂട്ട്സ് ഇടുന്നുണ്ട്. ഏത് വേണമെങ്കിലും ഫ്രൂട്ട്സ് ഇടാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും കഴിക്കാം, അല്ലാതെ ഇങ്ങനെയും കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ സെറ്റാക്കിയിട്ടും കഴിക്കാം. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെയും കഴിക്കാം. അങ്ങനെ നമ്മളുടെ കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് ഉള്ള ഫ്രൂട്ട്സിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.